മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ചില അസുഖങ്ങൾ വരുമ്പോൾ അത് ആൻറ്റിബയോട്ടിക് വഴിയേ നമുക്കത് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുള്ളൂ. അപ്പം അതിത്ര ദിവസം കഴിക്കണം, ഇത്ര ഡോസ് എന്നുള്ള രീതിയിലാണ്. അത് മിസ്സാക്കാൻ പാടില്ല, കറക്റ്റായിട്ട് കഴിച്ചിരിക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഇത് ഉപയോഗിച്ചാൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നമ്മുടെ ശരീരത്തെ നന്നായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പരമാവധി എന്താണ്, ആൻറ്റിബയോട്ടിക്കുകൾ ആരും അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെയാണ് എഴുതുന്നത്. ചിലർ അല്ലാതെ എഴുതുന്നവരും ഉണ്ട് കേട്ടോ. ചിലർ കണ്ടിട്ടില്ല, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പനി മാറാൻ വേണ്ടി ഡോസ് കൂടുതലുള്ളതൊക്കെ എഴുതുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അത് അവരുടെ ഒരു മനസ്സിൻ്റെ ചിന്താഗതി എന്ന് പറയാം. അല്ലാതെ എന്താണ്, ചിലരിങ്ങനെ പറയുന്നുണ്ട്, ആ ഡോക്ടറിൻ്റെ അടുത്ത് പോകരുത്, അവിടെ ഭയങ്കര പെട്ടെന്ന് പനി മാറും, പക്ഷേ ഡോസ് കൂടിയ മരുന്നാണ്. ഇവിടെയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ യാത്രയിൽ ആലപ്പുഴയിൽ പോയ സമയത്ത് ഇങ്ങനെ കുഞ്ഞിന് പെട്ടെന്ന് ഛർദിലുണ്ടായി. അപ്പം അവിടെ അടുത്ത ഡോക്ടറെ കാണിച്ചു. അവർ 5 ml മറ്റോ ആണ് മരുന്ന് കൊടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ മനസ്സനുവദിച്ചില്ല, അവൾക്ക് അത്ര ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ ഞാൻ ഇവിടെ സ്ഥിരം കാണിക്കാൻ ഡോക്ടറിനെ വിളിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഡോക്ടറിൻ്റെ അടുത്ത് ഒരാൾക്കാണ്. പിന്നെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് അപ്പോൾ ഞാൻ മരുന്നിൻ്റെ പേരെല്ലാം പറഞ്ഞു കൊടുത്തപ്പം ഡോക്ടർ ഒന്ന് 5 കൊടുക്കണ്ട 3 ml കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് 3 ml കൊടുത്തത്. അപ്പോൾ നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. നമ്മളിപ്പം കുഞ്ഞുങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ വെയ്റ്റിനനുസരിച്ച് എത്ര ml, ഇപ്പം പാരസിറ്റമോൾ തന്നെ ആണെങ്കിൽ പോലും വെയ്റ്റിനനുസരിച്ചും പ്രായത്തിനനുസരിച്ച് ഇത്ര ml, ഇത്ര mgയുടേത് ഇത്ര കൊടുക്ക് എന്നുള്ളതാണ് ആ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ മതി. ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവർ വാടിത്തളർന്ന് എവിടെയെങ്കിലും വീണു പോകുള്ളൂ. പനി പതുക്കെ മാറിയാൽ മതി. അത് കൂടാതിരിക്കുന്നതാണ് നോക്കേണ്ടത്. പനി കൂടാതിരിക്കുക, അതിനെ പതുക്കെ കുറച്ചുകൊണ്ട് വരിക. പനി എന്ന് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു റിഫ്രഷ്മെൻറ്റാണ് എന്ന് കേട്ടിട്ടുണ്ട്. ശരീരത്തിൽ കുറേ മോശമായ കാര്യങ്ങൾ പനിച്ചില്ലാണ്ടാകും എന്നാണ് പറയുന്നത്. നമ്മുടെ ഇടയ്ക്കൊക്കെ പനി വരുന്നത് നല്ലതാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. എൻ്റെ അനിയനൊക്കെ പനി വന്നാൽ പനിച്ചു മാറണമെന്ന് പറയുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് എൻ്റെ അനിയന്. അധികം മരുന്നൊന്നും കഴിക്കില്ല, ഇങ്ങനെയൊക്കെ ചിന്താഗതിയുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളുടെ ഉപയോഗം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. ചിലരുണ്ട് എത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഡോക്ടറിൻ്റെ അടുത്ത് പോകത്തില്ല, ഡോക്ടറിനെ കാണാൻ പോകത്തില്ല. പകരം നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോറിലിരിക്കുന്ന ആളിനോട് അസുഖത്തിൻ്റെ വിവരം പറയുമ്പോഴത്തേക്കും അയാളുടെ ഒരു അറിവിൽ ഉള്ള മരുന്ന് ഏതെങ്കിലും എടുത്ത് കൊടുക്കും. ഇന്ന രീതിയിൽ കഴിക്കാൻ പറയും. അത് കഴിക്കുന്നത് വഴി അവർ അസുഖം മാറാറുണ്ട്. കാരണം ഡോക്ടേഴ്സ് എഴുതുന്ന ആ ഒരു ചീട്ട് കാണുന്നത് ഈ മെഡിക്കൽ സ്റ്റോറിലാണ്. അപ്പോൾ അവരുടെ ഒരു കാൽക്കുലേഷനുണ്ട്, ഇന്നതെന്ന്. അപ്പോൾ അവരത് കൊടുക്കുന്നു. പക്ഷേ അതൊരിക്കലും ശരിയായ കാര്യമല്ല. ഒന്നുകിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കാൻ വയ്യ, അല്ലെങ്കിൽ 200-300 രൂപ ഡോക്ടറിന് ഫീസ് കൊടുത്ത് ഡോക്ടറിനെ കാണാൻ വയ്യ. ഇങ്ങനെ മടിയുള്ളവരാണ് നേരിട്ട് ഇതാകുമ്പോൾ നമ്മൾ ചെല്ലുന്നത് നോക്കിയിരിക്കുന്നവരാണ് മെഡിക്കൽ സ്റ്റോർ വരെ. അവിടെ ചെന്ന് കാര്യം പറയുക, അവരൊന്ന് മരുന്ന് കൊടുക്കും, അത് കഴിക്കും. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ ഡോക്ടർക്ക് നമ്മുടെ അസുഖത്തെക്കുറിച്ച് വിശദമായി ചോദിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രായം എല്ലാം ചോദിക്കുമല്ലോ, മറ്റസുഖങ്ങളുണ്ടോ എന്നൊക്കെ എല്ലാം ചോദിക്കും. എല്ലാം ചോദിച്ചതിന് ശേഷമാണ് നമുക്ക് മരുന്ന് എഴുതി തരുന്നത്, അല്ലേ? ഇപ്പം മെഡിക്കൽ സ്റ്റോറുകാരൻ പലരും കൊണ്ടുവരുന്ന ചീട്ട് കാണാം. അപ്പോൾ അതിൽ പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്കും ഡോക്ടർ എഴുതുന്നത് പലതരത്തിലുള്ള മരുന്നായിരിക്കും. ഇതിലെ ഏതെങ്കിലും ഒന്നായിരിക്കും ഇയാൾക്ക് എടുത്ത് കൊടുക്കുന്നത്. ഒരുപക്ഷെ അയാൾക്കത് കഴിക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസ് കാണും. കാരണം എന്ത് ഉദ്ദേശത്തിലാണ് ഡോക്ടർ ഓരോ ആളുകൾക്കും വേറെ മരുന്ന് എഴുതുന്നത്, ആ ഒരു ഉദ്ദേശം ഇയാളുടെ കാര്യത്തിൽ നടക്കില്ല. അതുകൊണ്ട് അയാൾക്ക് തന്നെ അപകടമുണ്ടാകും. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു പനി വന്നു, നമുക്കൊരു പാരസിറ്റമോൾ എന്നുള്ളത് വാങ്ങിക്കാം. അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, അത് നമുക്ക് പോയി മേടിക്കാം.
എല്ലാവരും പാരസെറ്റമോൾ നമ്മളതിൻ്റെ എന്താണ് ഇത്രൻ്റെ ഇപ്പോൾ 500 mg അങ്ങനെ 700 650 അങ്ങനെയൊക്കെയുള്ള കണക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. പിന്നെ ഇതിൻ്റെ തന്നെ പല പേരുകളിലുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം കോമണായിട്ട്. അപ്പോൾ ഒരു തലവേദന വന്നു വേണേൽ വിക്സ് അങ്ങനെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. പക്ഷേ മറ്റുള്ള അസുഖങ്ങൾക്ക് എന്ത് വന്നാലും ഉടനെ പോയി ഇന്നതാണ് പ്രശ്നമെന്ന് മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞിട്ട് മരുന്ന് മേടിക്കുന്നതിൽ എനിക്ക് ഒരു താല്പര്യവും ഞാനതിൽ കൂടുതലായിട്ട് കാണുന്നില്ല. കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഡോക്ടറിനെ കാണാനുള്ള സാഹചര്യം കിട്ടിയില്ല, പെട്ടെന്നൊരിത് വന്നു അത്യാവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പോയി എന്താണ് പിന്നെ വെച്ചിട്ട് രാത്രിയായി ഡോക്ടർ നമ്മളെ നോക്കാൻ സമയം കഴിഞ്ഞു പോയി എന്നൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്നൊരാശ്വാസത്തിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം. പക്ഷേ അതൊരു സ്ഥിരമായ കാര്യമാക്കി മാറ്റാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ ആരോഗ്യം നമ്മളുടെ കയ്യിലാണ്. എല്ലാ മരുന്നിനും ഒരു സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാകും, അത് ചെറുതാവാം വലുതാവാം അല്ലേ. അപ്പം നമ്മളുടെ ആരോഗ്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. വെറുതെ അനാവശ്യമായിട്ട് ഉള്ള മരുന്നുകൾ കഴിക്കാതിരിക്കുക. ചിലരുണ്ട് വെറുതെ, ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്. അമ്മ എന്ത് ചെയ്യുമെന്നറിയാം, എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ദിവസവും ഒരു പാരസെറ്റമോൾ കഴിക്കാൻ തോന്നും. കാരണം ഹസ്ബൻഡ് വരുമ്പോൾ എന്ത് വാങ്ങിക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി പെട്ടെന്ന് പറയുന്ന ഒരു മരുന്നിൻ്റെ പേരും പാരസെറ്റമോൾ. ഇടയ്ക്കൊക്കെ ഹസ്ബൻഡ് ഇല്ലാത്തപ്പോഴാണെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ വിട്ട് വാങ്ങിപ്പിക്കാറുണ്ട്. 1-2 സ്ട്രിപ്പൊക്കെ വാങ്ങിച്ചു വയ്ക്കും. എന്നിട്ട് ഇത് കഴിക്കലാണ്. പിന്നെ പ്രായം ചെന്ന ആൾക്കാരാണ്, നമ്മളവരെ തിരുത്താൻ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാരസെറ്റമോൾ കഴിക്കുമ്പോൾ ഒരു ആശ്വാസമുള്ളൊരു അപ്പോൾ അങ്ങനെയുള്ള ഒരു മരുന്നും അധികമായിട്ട് കഴിക്കില്ല. ഇതൊക്കെ ഒരു വേദന സംഹാരിയുടെ ഭാഗവും കൂടാണ് ഇത്. അപ്പോൾ അത് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കഴിക്കണം. ഡോക്ടറിനോട് ചോദിച്ചതിന് മാത്രം. ഡോക്ടറിനോട് നമ്മൾ പ്രശ്നങ്ങളും പറയണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുള്ള അതിനനുസരിച്ച് വേണം മരുന്നുകൾ കഴിക്കാൻ. അതൊക്കെ നമ്മൾ ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ അതെല്ലാം പറയണം. ഓക്കെ.